എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേഷ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനുവൽ റിപ്പോർട്ട്സിനെ പറ്റിയാണ്. അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണ്. നമ്മളിൽ പലരും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട്. ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് എല്ലാ കൊല്ലം കമ്പനി ആനുവൽ റിപ്പോർട്ട്സ് അയച്ചു തരാറുണ്ട് ബൈ പോസ്റ്റ്. ഇപ്പം PDF ആയിട്ട് നമ്മുടെ മെയിലും അയച്ചു തരാറുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾ നമ്മൾ പലരും ഈ സാധനം തുറന്നു പോലും നോക്കാറില്ല. വെറും വേസ്റ്റ് പേപ്പറിൻ്റെ കൂട്ടത്തിൽ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് ഒരു കാരണം, ഇത് സാധാരണക്കാർക്ക് ഇത് മനസ്സിലാകില്ല എന്നുള്ള രീതിയിലാണ് പലരും കാണുന്നത്. പിന്നെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറുമില്ല, അത് വേറൊരു കാരണം. പക്ഷെ അതേസമയം ഒരു ഇൻവെസ്റ്റർ തീർച്ചയായിട്ടും ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിന് മുമ്പ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നത് തീരുമാനിക്കുന്നത് ഒരു കമ്പനിയുടെ റിപ്പോർട്ട്സ്, എസ്പെഷ്യലി ആനുവൽ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ക്വാർട്ടർ റിസൾട്ടും മറ്റും നോക്കാറുണ്ട്. മെയിനായിട്ട് ആനുവൽ റിപ്പോർട്ട്സാണ് കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നത്. ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടുന്നത് ഈ ആനുവൽ റിപ്പോർട്ട്സിൽ നിന്നാണ്. തീർച്ചയായിട്ടും എല്ലാ ഇൻവെസ്റ്റേഴ്സും ഇത് വായിച്ചിരിക്കേണ്ടതാണ്. പലരും കമ്പനി മേടിക്കും, അതിനുശേഷം നഷ്ടമായി എന്നൊക്കെ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ഒരു ഫണ്ടമെൻ്റലും നോക്കാതെ, ഒരു ഡീറ്റെയിൽസും അറിയാതെ വെറുതെ ആരെങ്കിലും പറഞ്ഞു പോയിട്ട് നമ്മൾ സ്റ്റോക്ക് മേടിക്കും. അത് അവസാനം നഷ്ടത്തിൽ വരും. അത് നല്ല കമ്പനിയാണ്, പ്രൈസ് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ കയറാനുള്ള സാധ്യത, ഇതൊന്നും അറിയാനുള്ള താല്പര്യവും കാണിക്കാറില്ല. മറ്റുള്ളവർ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അത്ര മാത്രം. അങ്ങനെയാണ് പലർക്കും നഷ്ടം വരുന്നത്. പിന്നെ അതൊരു നെഗറ്റീവ് ന്യൂസായിട്ട് മാർക്കറ്റിൽ അവർ കൊടുക്കുകയും ചെയ്യും. എന്തായാലും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റർ ആ റിസ്ക് മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. കൂട്ടത്തിൽ അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞ് വേണം. കാരണം നമ്മുടെ സ്വന്തം ഹാർഡ് ഏൺ മണിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ ആകാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മുടെ ഭാവിയിലേക്ക് ഒരു 10-20 കൊല്ലം മുമ്പിൽ കാണുന്നവർക്ക്, ഇപ്പോഴും നിക്ഷേപിച്ച് തുടങ്ങുന്നവർക്ക് ഒക്കെ വളരെ നല്ലതാണ് നമ്മളതിനകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് വായിച്ചിരിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ഈ ആനുവൽ റിപ്പോർട്ട്സ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് പറയുന്ന കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്സാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 2015-2016 ഇത് എല്ലാ കമ്പനികളുടെയും വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ റിപ്പോർട്ട്സ് കിട്ടും. അവിടെ ഒരു ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ ഇൻവെസ്റ്റർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ഏരിയ ഉണ്ടാകും ആ വെബ്സൈറ്റിനകത്ത്. നമ്മൾ ആ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ക്വാർട്ടർലി അല്ലെങ്കിൽ ആനുവലി പല വർഷത്തെ അവരുടെ റിപ്പോർട്ട്സും മറ്റ് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റാസും നമുക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമുക്കത് സേവ് ചെയ്യാനും പറ്റും. അതല്ല എങ്കിൽ BSEയുടെ NSEയുടെ സൈറ്റിൽ കിട്ടും, അല്ലെങ്കിൽ മണി കൺട്രോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ സൈറ്റുകളിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഈ ആനുവൽ റിപ്പോർട്ട് ഏകദേശം മേളിൽ നിങ്ങൾക്ക് നോക്കിയാൽ 287 പേജുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഫുള്ളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അറിയേണ്ട ബേസിക്കായിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രം അറിയാൻ വേണ്ടി നമ്മളൊരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അറിയാം, ഈച്ച് ആൻഡ് എവറി പേജ് സ്ക്രീനിൽ മറിച്ച് കാണുമ്പോൾ സമയമെടുക്കും. അതുകൊണ്ട് എന്തായാലും ഈ ആനുവൽ റിപ്പോർട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിന് മുമ്പ് ബേസിക്കായിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കാരണം ഒരു കമ്പനി എന്താണ് ആനുവൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റ് എങ്ങനെ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നു, അവരെങ്ങനെ ഇനിയിപ്പോൾ നടക്കുന്നു, ഇങ്ങനെ നടത്തിക്കൊണ്ട് പോരും, ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയാണ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന അതിൻ്റെ ഫൈനാൻഷ്യലായിട്ടുള്ള നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കമ്പനി എങ്ങനെ അത്യാവശ്യം ഒരു കമ്പനിയെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മളൊരു കമ്പനിയുടെ പാർട്ട്ണറാകാൻ പോവുകയാണ്, ഷെയർ മേടിക്കുക, നമ്മുടെ കമ്പനിയുടെ ഓണർ തന്നെയാണ് നമ്മൾ. അപ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കണം. നമുക്ക് അതിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും അതിനുള്ള വേണമെങ്കിൽ അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാനും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരുടെ കമ്പനിക്ക് എഴുതി ഇമെയിൽ അയച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഒന്ന് ആനുവൽ റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അവരുടെ ഈ റിപ്പോർട്ട് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കസ്റ്റമറോട്
പറയുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനോട് പറയുക എന്നുള്ളതാണ് ആദ്യമേ. പക്ഷേ ചില കമ്പനികൾ ഈ ആനുവൽ റിപ്പോർട്ട്സ് തയ്യാറാക്കുമ്പോൾ വളരെ ഫാൻസി രീതിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കുന്ന ആളുകളെ അതിൻ്റെ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ കണ്ടൻറ്റിൽ നിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പം അത് അവർ കമ്പനിയുടെ ചെയർമാൻ്റെ പിക്ചറുകൾ, അല്ല അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ വലിയ A4 സൈസ് പിക്ചറുകൾ, അതുപോലെ തന്നെ കമ്പനിയുടെ ഫോട്ടോസ്, കമ്പനിയുടെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തതിൻ്റെ ഫോട്ടോസ്, പിന്നെ എൻവയോൺമെൻറ്റ് അങ്ങനെ പല കാര്യങ്ങളും കാണിക്കുക. അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാത്ത കോഡ്സും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും ചിലതിനകത്ത്. ഇങ്ങനെയുള്ള നമ്മളെ വഴിതെറ്റിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ അറ്റൻഷനിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യാൻ കമ്പനിക്കാർ ശ്രമിക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കമ്പനികളെ നമ്മൾ ആദ്യം മനസ്സിലാക്കാനായിട്ട് ഏറ്റവും പറ്റിയതാണ് ആനുവൽ റിപ്പോർട്ട്. അതുപോലെ തന്നെ ചില കമ്പനികൾ അവരുടെ പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. ഇങ്ങനെ വലിയ കമ്പനിയുടെ കോമ്പൗണ്ട് അതിന് ഡിസ്പ്ലേ ചെയ്യും. പക്ഷെ നമ്മൾ വിചാരിക്കും ഈ സാധനമൊക്കെ ഇരിക്കുന്നുണ്ട്, ഇതെല്ലാം വിറ്റ് ഭയങ്കര കാശൊക്കെ ഉണ്ടാക്കുന്ന കാര്യം. പക്ഷേ ഒരുപക്ഷെ വിറ്റ് പോകാത്ത സാധനമായിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ അത് ഇൻവെൻട്രി ആയിട്ട് അത് വിറ്റിട്ട് കാശായിട്ട് തിരിച്ചു വരാൻ ഇരിക്കുന്ന സാധനങ്ങളായിരിക്കും. നമ്മളിത് അറിയാൻ വയ്യാത്തൊരു ഇത് പോയി മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമുക്കത് അതൊരു നല്ല കമ്പനി ആയിരിക്കണം എന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. 2, ഈവൻ നമ്മൾ ആനുവൽ റിപ്പോർട്ട് നമ്മൾ ഫൈനാൻസ് സെക്ടറിലോട്ട് പോയി കഴിഞ്ഞാൽ 2-3 തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കാണും. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ചില കമ്പനികൾ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും, വളരെ കോംപ്ലിക്കേറ്റഡ് രീതി, സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിലൊക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആനുവൽ റിപ്പോർട്ട്സ് കണ്ടു കഴിഞ്ഞാൽ, സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് വാച്ച്ഫുൾ ആകുന്നത് നല്ലതാണ്. കാരണം അവരെ നമ്മൾ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പിന്നെ അടുത്തത് അതിനെപ്പറ്റി പറയാനുള്ളത്, നമ്മുടെ തലപ്പത്തിരുന്ന ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, അവരെന്ത് പറയുന്നു, നമ്മളെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഈ നഷ്ടത്തിലോടുന്ന കമ്പനികളൊക്കെ അങ്ങനെയുള്ള ആളുകളുടെ ചെയർമാൻ്റെ വലിയ A4 സൈസ് ഫോട്ടോയൊക്കെ കാണിക്കും. അവരതിന് ശേഷം വളരെ ഫിലോസഫിക്കലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. അതുപോലെ തന്നെ ലോകത്തിൽ അത് നടക്കുന്നു, ലോകത്ത് ഇത് നടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ 1950 2050 ലോകം ഇങ്ങനെയായിരിക്കും, അപ്പം കമ്പനി വളർച്ച അങ്ങനെ ആയിരിക്കും. ഇങ്ങനെയുള്ള ഹൈപ്പത്തറ്റിക്കലായിട്ടുള്ള സംസാരമൊക്കെ അവർ സംസാരിക്കും. പക്ഷേ കമ്പനിയുടെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്യുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ഫൈനാൻഷ്യൽ ഡീറ്റെയിലിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നല്ല കമ്പനിയാണെന്ന് വിചാരിക്കും. പക്ഷേ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ 3 തരത്തിലും സ്റ്റേറ്റ്മെൻറ്റ് ഒരേപോലെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് നല്ലതാണ് ചീത്തയെന്ന് അറിയാൻ പറ്റും. കാരണം അതല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം മാത്രമായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ എന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് 3ഉം അറിയാൻ ശ്രമിക്കണം. ഇതാണ് ബേസിക്കായിട്ട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അവർ പ്രോഡക്റ്റും മറ്റ് കാര്യങ്ങളും. അപ്പോൾ നമ്മൾ എന്താണ് ആനുവൽ റിപ്പോർട്ട് എന്ന് നമുക്കൊന്ന് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കി പിടിക്കാം. അപ്പോൾ ഈ 287 പേജ് ഒന്നിച്ച് കാണിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് വേണ്ടപ്പെട്ട ഏറിയ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഫയലിലോട്ട് പോകാം. ഓക്കെ, ആനുവൽ റിപ്പോർട്ട് ഇൻട്രഡക്ഷൻ. അപ്പം ഞാൻ ഈ ആനുവൽ റിപ്പോർട്ട് ഇൻട്രഡക്ഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് മുമ്പ് പറഞ്ഞ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റിൻ്റെ ആനുവൽ റിപ്പോർട്ട് തന്നെയാണ്. എന്തുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ ഡീറ്റെയിൽ പഠിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നാളെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരാൻ പോകുന്ന വീഡിയോകൾ ഏതാണ്ടൊരു 10ഓളം വീഡിയോകളിൽ നമ്മൾ ഇതിൻ്റെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബാലൻസ് ഷീറ്റും മറ്റും അത് എങ്ങനെയാണ്, എന്താണ് ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആമുഖമായിട്ടാണ് ഈ ആനുവൽ റിപ്പോർട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നമുക്ക് ബേസിക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, ആനുവൽ റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പനികൾക്കും ആനുവൽ റിപ്പോർട്ട്സ് അവർ ഉണ്ടാക്കാറുണ്ട്. ചില ഇല്ലാത്ത കമ്പനികളുണ്ട്, കാലാകാലങ്ങളിൽ പബ്ലിഷ് ചെയ്യുന്ന കമ്പനിയുണ്ട്, ഇല്ലാത്ത കമ്പനികളുണ്ട്. എന്തായാലും ഈ
നല്ല കമ്പനികൾ, കുറച്ച് വളർന്ന കമ്പനികൾ എല്ലാവരും അവർ അതാത് സമയത്ത് ഒരു ആനുവൽ റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ആനുവൽ റിപ്പോർട്ട്സ് ഇല്ലാത്ത കമ്പനികൾ നല്ലതാണോ ചീത്തയാണോ? സ്വാഭാവികമായിട്ടും അവിടെ പറയാനുള്ളത്, നമ്മൾ പുതിയ കമ്പനികൾ തുടങ്ങുമ്പോൾ നമ്മളറിയാം വാല്യൂ ഇൻവെസ്റ്റേഴ്സൊക്കെ ആളുകൾ അറിയപ്പെടുന്നതിന് മുമ്പായിരിക്കും സ്റ്റോക്ക് മേടിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള കമ്പനികൾക്ക് അവർ വെബ്സൈറ്റ് മാത്രമേ ആദ്യം കാണത്തുള്ളൂ. അപ്പോൾ വെബ്സൈറ്റിൽ കൂടെ പുതിയ പ്രോഡക്റ്റ്, അവരുടെ ആ കമ്പനിയുടെ പ്രോഡക്റ്റും മറ്റു കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ടാണ് അവർ അത്തരം സ്റ്റോക്കുകളും ആരും തിരിച്ചറിയുന്നതിന് മുമ്പ് നമ്മൾ മേടിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് ആനുവൽ റിപ്പോർട്ട്സ് ഒന്നും ആ സമയത്ത് കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളിൽ ആനുവൽ റിപ്പോർട്ട്സ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് മേടിക്കാമെന്നിരുന്നു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. അത് നമ്മൾ അതിനെപ്പറ്റി കൃത്യമായ സ്റ്റഡി ചെയ്തതിന് ശേഷം നമ്മൾ അത്തരം കമ്പനികൾ മേടിക്കുക. അതേപോലെ സമയത്ത് ഈ മോശം കമ്പനികളുണ്ട്, മാനേജ്മെൻറ്റൊക്കെ മോശമായിട്ട് അങ്ങനെയുള്ള ഇരുന്നും കൃത്യമായ രീതിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ഇങ്ങനെയുള്ള ഡാറ്റാസ് നമ്മുടെ എക്സ്ചേഞ്ചുകൾക്ക് കൊടുക്കാതെ ഇങ്ങനെയുള്ള ആളുകളെ അവർ തൽക്കാലത്തേക്ക് ട്രേഡിങ് നിർത്തിവെക്കുകയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്, അതിനെ മുന്നേ കൂടുതൽ സംസാരിക്കില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആനുവൽ റിപ്പോർട്ട്സിലേക്ക്, എന്താണ് ആനുവൽ റിപ്പോർട്ട്സിലേക്ക് എന്ന് പോകാം. ഇത് ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനികൾക്കൊക്കെ ഉണ്ടാക്കുമെന്ന് പറയും. എന്തിന് ഇത് ആനുവൽ റിപ്പോർട്ട് ഉണ്ടാക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്, കമ്പനിയുടെ ഇത് ബേസിക് ആയിട്ടുള്ള മാനേജ്മെൻറ്റ്, കമ്പനിയുടെ ഫൈനാൻഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസ് അത് പബ്ലിക്കിന് വേണ്ടി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നതിനാണ് ആനുവൽ റിപ്പോർട്ട്സ്. അത് മിക്കവാറും നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർച്ച് 31 ഡേറ്റിലാണ്, ആ ഡേറ്റിനെ ആസ്പദമാക്കിയാണ് സാധാരണ ആനുവൽ റിപ്പോർട്ട്സ് തയ്യാറാക്കുന്നത്. ഒക്കെ നമുക്ക് ഓരോ സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്സ് കുറച്ച് അങ്ങോട്ടും വേരിയേഷൻ കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കമ്പനിയുടെ കാണിച്ചെന്ന് ഫസ്റ്റ് നമ്മൾ പോകുന്നതിൻ്റെ കണ്ടൻറ്റാണ്. ആ കണ്ടൻറ്റിൽ നമുക്ക് മെയിനായിട്ടുള്ള ഏതൊക്കെയാണ് അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഏത് സെക്ടർ വൈസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള അവർ കമ്പനി എന്നാണ്. ആ കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽ, എന്നാണ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത്, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ, അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഒരു കമ്പനിയെ ഒരു പരിചയപ്പെടുത്തുന്ന രീതിയിലായിരിക്കും അത് ഇനിഷ്യലി ഫസ്റ്റ് നമുക്ക് ഉണ്ടാകുന്നത്. അതിനുശേഷം നമ്മൾ സെക്കൻഡ് പോയിന്റിൽ അപ്പോൾ നമുക്ക് ഒന്ന് ഓരോന്ന് കണ്ടുപോകാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു പോകാം, എന്നിട്ട് വരെ കാണാം. എന്നിട്ട് അതിനുശേഷം ചെയർമാൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് ഉണ്ടാകും. അതിനുശേഷം ചിലതിനകത്ത് മാനേജിങ് ഡയറക്ടറുടെ ബ്രീഫ് ഉണ്ടാകും, അല്ലെങ്കിൽ അവരോടൊരു എന്തൊരു കൺവെർസേഷൻ നടക്കുന്ന പോലെ ഉണ്ട്. പിന്നെ ബോർഡ് ഡയറക്ടേഴ്സിൻ്റെ ഒരു ബ്രീഫ് ഉണ്ടാകും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഡിസ്കഷൻ അനാലിസിസ്, ബിസിനസ് റിപ്പോർട്ട്, റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ട്, ഡയറക്ടേഴ്സ് റിപ്പോർട്ട്, കോർപ്പറേറ്റീവ് ഗവേണൻസ്, പിന്നെ ഫൈനാൻഷ്യൽ ഡാറ്റാസ്, പിന്നെ ഇൻഫർമേഷൻ, കോർപ്പറേറ്റ് ഇൻഫർമേഷൻ, ഏറ്റവും അവസാനം നമ്മുടെ മീറ്റിങ്സിനെ പറ്റിയുള്ള ആനുവൽ ജനറൽ മീറ്റിങ്ങിനെ പറ്റിയുള്ള നോട്ടീസും മറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനത് ചിലത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ചില അങ്ങനെ നമ്മൾ അതിനത് നല്ലതും ചീത്തയും കുറച്ച് ഹൈ ആയിട്ടുള്ള നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കേണ്ടതാണ്. നമ്മുടെ ചെയർമാൻ്റെ, ഡയറക്ടേഴ്സ്, അതുപോലെ ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഡാറ്റാസ്. പിന്നെ ചിലതൊക്കെ കുറച്ച് അത്ര ഇമ്പോർട്ടൻസ് വേണ്ട കാര്യമില്ല. പിന്നെ പക്ഷേ സെയിം ടൈം ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ അതിനകത്ത് എന്തൊക്കെയാണ് കമ്പനിയിൽ നടക്കുന്നത്, എന്താണ് ഒരു പ്രോഡക്റ്റ്, എന്താണ് ഒരു ഫീച്ചേഴ്സ് ചെയ്യാൻ പോകുന്നതൊക്കെ നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽസ് ഇട്ട് നമുക്ക് ഒരു ഈച്ച് സെക്ഷൻ 1 by 1. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞാൽ അവർ കമ്പനി എന്ന് പറഞ്ഞിട്ട് അവർ ആ കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് ഒരു ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ച ആനുവൽ റിപ്പോർട്ടുണ്ട്. ആനുവൽ റിപ്പോർട്ട് വേണ്ടവർ അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻബോക്സിലോ അല്ലെങ്കിൽ ഇതിനകത്ത് കാണുന്ന നമ്മുടെ ഫേസ്ബുക്കിലോ മെയിൽ ഐ ഡിയിലോ ഡീറ്റെയിൽസ് ആരെങ്കിലും അവരുടെ ഡീറ്റെയിൽസ് തരാമെങ്കിൽ, മെയിൽ ഐ ഡി മറ്റും തരാമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഞാനത് മെയിൽ തരാം, പ്രയാസമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ അതിൻ്റെ ഡീറ്റെയിൽസെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് പോകാം. അപ്പോൾ ആദ്യം അവർ കമ്പനിയെ പറ്റി ഡീറ്റെയിൽസ് ആയിരിക്കും, കമ്പനി എന്നാണ് ഇൻകോർപ്പറേറ്റ് ചെയ്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. 119 കൊല്ലത്തെ പഴക്കമുള്ളൊരു കമ്പനിയാണെന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് നമുക്കിവിടെ വായിക്കാൻ പറ്റും. വളരെ പഴക്കം ചെന്ന കമ്പനിയാണ്. ഇന്ത്യക്ക് പുറത്തുമൊക്കെ വളരെ പോപ്പുലറാണ്. അവർക്ക് പല വേറെ കമ്പനികളും പുറത്തു ഉണ്ട്. ഈവൻ UAE, ഇന്ത്യ മെയിനായിട്ട്, പിന്നെ ആഫ്രിക്കൻ കൺട്രീസിലുണ്ട്, അതുപോലെ ഇംഗ്ലണ്ടിലുണ്ട്. അങ്ങനെ പലയിടത്തും ഉള്ള ഒരു വലിയൊരു കമ്പനിയാണ് ഇത്. കൺസ്യൂമർ പ്രോഡക്റ്റ് FMCGയിലുള്ള ഒരു ഇന്ത്യയിൽ വലിയൊരു കമ്പനികളിൽപ്പെട്ട ഒരു കമ്പനിയാണിത്. ഓക്കെ, അപ്പോൾ ഈ കമ്പനിയെ നയിക്കുന്നത് നമ്മുടെ അദി ഗോദ്രേജ് എന്ന് പറയുന്നത് ഗോദ്രേജ് ഗ്രൂപ്പിൽപ്പെട്ട കമ്പനിയാണ്, അദ്ദേഹമാണ് ഇത് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഏറ്റവും നമ്മൾ നോക്കുന്നത് ആദ്യം എൻ്റെ ചെയർമാനും അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെയും അവരെന്ത് പറയുന്നു നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. നിങ്ങൾക്കതും പോയി അതിനകത്ത് ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ വായിക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഞാനൊരു ഫ്രണ്ട് പേജ് മാത്രം നിങ്ങൾ കാണിക്കാൻ വേണ്ടി കാണിച്ചിട്ടുണ്ട്. അതിനകത്ത്
മേളിൽ കമ്പനിയുടെ 6 പില്ലേഴ്സ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. കമ്പനി അവരെങ്ങനെ അവർ മാനേജ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഷെയർ ഹോൾഡേഴ്സിനെ അഡ്രസ്സ് ചെയ്യുന്ന ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ഡയറക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ ചെയർമാൻ്റെയും മെസ്സേജിൽ കാണുന്നത് ഒന്ന് വിഷൻ, 2 മിഷൻ. അതായത് കമ്പനിയെപ്പറ്റി അവരെങ്ങനെ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നത്, ഫ്യൂച്ചറിൽ അതിങ്ങനെ കമ്പനി അവർ ഇനി നടത്തിക്കൊണ്ട് പോകാൻ ബെറ്റർ കമ്പനിയായിട്ട് പ്രോഫിറ്റബിൾ കമ്പനി നടത്തിക്കാൻ പോകുന്നു. അവരുടെ ഒരു വിഷനും ഒരു മിഷനുമാണ് ബേസിക്കലി അവർ അതിനകത്ത് പറയുന്നത്. കുറച്ച് ഹൈപ്പത്തറ്റിക്കൽ ഉണ്ടാകാം, പക്ഷേ അത് നമ്മൾ അവരുടെ ഫൈനാൻഷ്യൽ ഡാറ്റയും പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം അവർ പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കാനായിട്ട്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് പോയിൻ്റ്. അപ്പം ഇതിനകത്ത് രണ്ടാമത്തെ വലിയ ആളെന്ന് പറയുന്നത് കമ്പനിയുടെ ആൾ വിവേക് ഗംഭീർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ 3 പോയിൻ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കുറേ ഇന്നോവേഷൻസ് ഈ കമ്പനി നടത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇപ്പം കമ്പനിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നിരിക്കുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ഈ ആനുവൽ റിപ്പോർട്ടിൽ ഒരു കോൺവെർസേഷൻ ഉണ്ട്. ആ കോൺവെർസേഷൻ്റെ ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം കമ്പനിയെ പറ്റി കൂടുതൽ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് നമ്മൾ പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ ഡയറക്ടേഴ്സ്. ഈ കമ്പനി ഡയറക്ടേഴ്സ് കമ്പനി അപ്പോയിൻമെൻറ്റ് ഡയറക്ടേഴ്സും കമ്പനി എംപ്ലോയീസ് ആയിട്ടുള്ളവരുണ്ട്. അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്. ഞാൻ എല്ലാവരെയും കാണിച്ചിട്ട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കാണിച്ചു. അപ്പോൾ നമ്മൾ ഇവരെ പറ്റി കുറച്ച് അറിഞ്ഞിരിക്കുന്നതല്ല, ഇവർക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ രീതിയിൽ അവരുടെ കഴിവ് തെളിയിച്ചവരാണെന്നൊക്കെ നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ, അറിയാവുന്ന ആളുകൾ ഒരു കമ്പനി വിട്ടിട്ട് മറ്റേ കമ്പനി ആ കമ്പനിയുടെ ഷെയർ കയറുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരെ പറ്റി നമുക്ക് ജസ്റ്റ് ബേസിക് ഒരു ഐഡിയ കിട്ടുന്നത് വളരെ നന്നാവും. അതിനുശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് അതിൻ്റെ ഡീറ്റെയിലിട്ട് പോയി കഴിഞ്ഞാൽ ആദ്യമുള്ള മാനേജ്മെൻറ്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ്. ഈ സെക്ഷനിൽ എന്താണ് മാനേജ്മെൻറ്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ബേസിക്കായിട്ട് കമ്പനിയുടെ ഒരു ബ്രീഫാണ്. കമ്പനിയുടെ എങ്ങനെ നടത്തിയ ബ്രീഫാണ് ഒരു കമ്പനി. കമ്പനിക്കകത്തുള്ള അവരുടെ ടോപ്പ് ലെവലുള്ള ആളുകൾ അവരുടെ തന്നെ ഒരു അനാലിസിസാണ് അവർ ഇതിനെപ്പറ്റിയുള്ളത്. ഇതിനകത്ത് മെയിനായിട്ടുള്ളത് കമ്പനിയുടെ റിസൾട്ടുകൾ അനാലിസിസ് ചെയ്യുക. അതുപോലെ ലാസ്റ്റ് ഇയറിൽ കഴിഞ്ഞ കൊല്ലങ്ങളിൽ എന്താണ് കമ്പനിയിൽ സംഭവിച്ചത്, അതുപോലെ ഇനി എന്താണ് കഴിഞ്ഞ സെയിൽസിൽ അല്ലെങ്കിൽ കമ്പനിയുടെ നടത്തിക്കൊണ്ട് പോകുന്ന അവരുടെ ഐഡിയാസിൽ എന്തൊക്കെ നന്മയുണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ലതുണ്ടായിരുന്നു, എന്തൊക്കെ അത്ര പെർഫോം ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ബിസിനസ് അത് എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യമുണ്ട്, പഴയതിൻ്റെ ആ ഗുഡ് ആൻഡ് ബാഡിനെ നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് ചേഞ്ചസ് ആവശ്യമുണ്ട്, അതിൻ്റെ ബിസിനസ് മോഡലിൽ എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ സ്ട്രെങ്ത്, അതുപോലെ കമ്പനിയുടെ വീക്ക്നെസ്, അതുപോലെ തന്നെ അവർ പ്രതിനിധാനം ചെയ്യുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, ആ പ്രോഡക്റ്റ്സിൽ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും അതിൻ്റെ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്, അതിൻ്റെ വളർച്ച, അതുപോലെ തന്നെ കമ്പയർ ചെയ്ത് മറ്റ് കമ്പനിയോടുള്ള കമ്പാരിസണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ബേസിക്കലി നമ്മുടെ മാനേജ്മെൻറ്റ് ഡിസ്കഷനകത്ത് കാണുന്നത്. മെയിനായിട്ട് ഇതാണ് മാനേജ്മെൻറ്റ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ്. അപ്പോൾ നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 2-3 കൊല്ലത്തെ ഇങ്ങനത്തെ റിപ്പോർട്ടുകളൊന്ന് ഓടിച്ച് നമ്മളൊരു ലോങ് ടൈം ഇൻവെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒന്ന് നല്ലതാണ്. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ടുള്ള ഐഡിയ ഇതാണതുള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ അവർ ആ കമ്പനിയുടെ ഒന്ന് വിലയിരുത്തുന്നതാണ്. മറ്റ് കമ്പനി അവരുടെ ആ കമ്പനി ലോക്കൽ പ്രോഡക്റ്റും ആ സെക്ടറിലുള്ള വളർച്ചയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഹോം ആൻഡ് പേഴ്സണൽ കെയർ നമ്മൾ FNGC എന്ന് പറഞ്ഞു. അപ്പോൾ ആ സെക്ടറിലെ കമ്പനിയിൽ ഇന്ത്യൻ ഗ്രോത്ത്, നമ്മൾ ഈ ഗ്രോത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 2015-ലെയും 2014-ലെയും അവർ കമ്പയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ 2014-ലെ കമ്പനിയുടെ ഗ്രോത്ത് 8.2-ൽ നിന്ന് 8.5-ലേക്ക് വളർന്നിരിക്കുന്നു. ഒരു ചെറിയ വളർച്ച ഉണ്ടായിട്ടുള്ളൂ. അതേ സമയത്ത് ആ ഇൻഡസ്ട്രിയെ നോക്കിക്കഴിഞ്ഞാൽ ആ സെക്ടറിൽ വളർച്ച എന്ന് പറയുന്നത് 6.9-ൽ നിന്ന് 8.2-ലേക്ക് വളർന്നിരിക്കുന്നു. അപ്പോൾ അതിനർത്ഥം എന്താ പറയുക, മാർക്കറ്റിലുള്ള വളർച്ച കമ്പനിക്ക് അത്ര ഒരു വളർച്ച കമ്പനിക്ക് ഉണ്ടായിട്ടില്ലെന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കമ്പനിയുടെ പെർഫോമൻസ് ലാസ്റ്റ് 5 കൊല്ലത്തെ സെയിൽസിൻ്റെ പെർഫോമൻസും നെറ്റ് സെയിൽസും കൺസോളിഡേറ്റഡ് സെയിൽസിൻ്റെ പെർഫോമൻസ് അവർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ ലാസ്റ്റിൽ അവർക്ക് ഞാൻ പറഞ്ഞത് ഇൻ്റർനാഷണൽ കമ്പനിയാണ്.
അപ്പം അതിൻ്റെ 2010-11 തൊട്ടിട്ട് 2015-10-11-2017 ഒരു കമ്പാരിസൺ നോക്കി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ അവരുടെ സെയിൽസിൻ്റെ പ്രോഡക്ട്സിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് 34-47 വർദ്ധിച്ചു എന്നുള്ള ഒരു നല്ലൊരു ഒരു എന്താ പറയുക ഒരു അനാലിസിസ് അവർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത പാർട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്പനി മേടിച്ച കമ്പനിയുടെ പ്രോഡക്ട്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മിക്കവാറും നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കും മാർക്കറ്റിൽ വളരെ നല്ല പ്രോഡക്റ്റ്സൊക്കെ ആയിരിക്കും നമ്മളതിന് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കറിയില്ല ഇത് ഇന്ന കമ്പനി ഉണ്ടാക്കിയതാണെന്നോ അല്ലെങ്കിൽ ആ കമ്പനിക്ക് എവിടെയൊക്കെ അതിൻ്റെ ബ്രാഞ്ചുകളുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പം അത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ കമ്പനി നമുക്കറിയാം ഇന്ത്യൻ കമ്പനിയാണ്, പക്ഷേ അതേ സമയത്ത് വേൾഡ് ഓവറിൽ പന്തലിച്ച് നിൽക്കുന്നൊരു കമ്പനിയാണെന്ന് പറയാൻ ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, മിഡിൽ ഈസ്റ്റ്, ചിലി, യുണൈറ്റഡ് കിങ്ഡം, ആഫ്രിക്ക, ഇന്തോനേഷ്യ, അർജൻറ്റീന ഇത്രയും ഏരിയകളിൽ ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ കമ്പനി ഇന്ത്യയിലാണ്. അതിൻ്റെ മറ്റുള്ള അതിൻ്റെ സബ്സിഡി കമ്പനികളൊക്കെ മറ്റു രാജ്യങ്ങളിലും ഉണ്ട്. അവരൊക്കെ അതുപോലെ അവർ ഈ കമ്പനി ഉപയോഗിക്കുന്ന ഇറക്കിയിരിക്കുന്ന പ്രോഡക്ട്സുകൾ നമുക്കറിയാം. നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് അറിയാം, ഇന്ത്യയിലുള്ളവർക്കും അറിയാം. ഹിറ്റ് എന്ന് പറയുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഹിറ്റ് എന്ന് പറഞ്ഞ സാധനം. നമുക്ക് ഏത് കടകളിൽ ചെന്നാലും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സിന്തോൾ സോപ്പിൻ്റെ പരസ്യം നമ്മൾ ടി വിയിൽ കാണാത്ത ദിവസങ്ങളുണ്ടാവില്ല. ഇങ്ങനെ അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഒരു മാർക്കറ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത് മറ്റേ ഈ ഹെൽത്ത് കെയർ എന്താ പറയുക പ്രോഡക്ട്സുമുണ്ട്. ഹെയറുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ തലമുടി കറുപ്പിക്കുക അങ്ങനെയുള്ള പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ എനിക്കൊന്ന് അവർ ഇന്ത്യയിൽ രണ്ടാമത്തെ ഹെയർ കെയർ ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്ട്സ്. അപ്പം നമുക്ക് ഒരു കമ്പനിയുടെ പ്രോഡക്ട്സും മറ്റു കാര്യങ്ങളും ഒക്കെ ആനുവൽ റിപ്പോർട്ടിലൂടെ അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ഈ മാർക്കറ്റ് അല്ലാതെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടും. 2, തീർച്ചയായിട്ടും ഒരു കമ്പനിയുടെ കുറേ പ്രോഡക്ട്സ് ഉണ്ടാകും. ആ പ്രോഡക്ട്സ് അതിന് കോമ്പറ്റീറ്റേഴ്സും ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അവർ അതിൻ്റെ ഒരു ഇന്നോവേഷൻ ചെയ്യാതെ പറ്റില്ല. അത് തന്നെ ഡെയിലി വിറ്റ് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും മറ്റുള്ള കോമ്പറ്റീറ്റർ വരുമ്പോൾ അതിൻ്റെ കച്ചവടം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ഇന്നോവേഷനൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ വേറെ പുതിയ പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഇറക്കാറുണ്ട്. അപ്പോൾ ഈ കമ്പനി കഴിഞ്ഞ കൊല്ലം ഇറക്കിയേക്കുന്ന കുറച്ച് പുതിയ പ്രോഡക്ട്സ് വേൾഡ് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അത്രയും ഇറക്കിയിരുന്ന പ്രോഡക്ട്സിൻ്റെ ഒരു പിക്ചറാണ് ഞാനിവിടെ കാണിച്ചിരുന്നത്. 4-5 കുറേ ഉണ്ട്. ഞാനൊരു 4-5 എക്സാമ്പിളിന് വേണ്ടി കാണിച്ചിരുന്നു. അപ്പോൾ അവർ പുതിയ കമ്പനിയിൽ കൂടുതൽ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് കമ്പനി കൂടുതൽ എന്താ പറയുക പ്രോഡക്ട്സ് മറ്റേ ഇന്നോവേറ്റീവായിട്ടുള്ള പ്രോഡക്ട്സ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇറക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഒരു കമ്പനിക്ക് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ് അത് തീർച്ചയായിട്ടും. പിന്നെ അതിനുശേഷം നമുക്ക് സെക്ടറിൽ വരുന്നതാണ് നമ്മുടെ ജനറൽ ഇൻഫർമേഷൻ. കമ്പനിയെപ്പറ്റി ജനറൽ ഇൻഫർമേഷൻ നമുക്ക് എന്താണ് കമ്പനിയുടെ പേര്, അതിൻ്റെ എന്താ പറയുക ഇമെയിൽ ഐ ഡി, അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമൊക്കെ അതിൻ്റെ എത്ര പെയ്ഡ് ഓഫ് ക്യാപിറ്റൽ, ടേൺ ഓവർ ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എത്ര കമ്പനിയിൽ എത്ര ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, അതിനകത്ത് എത്ര സ്ത്രീകൾ പുരുഷന്മാർ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കമ്പനിയിൽ ഇത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത പോലത്തെ എന്താ പറയുക നമ്മുടെ ആനുവൽ റിപ്പോർട്ടിൽ ഈ എംപ്ലോയീസിൻ്റെ എണ്ണം കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവർ കൂടുതൽ ആളുകളെ ഇറക്കുന്ന കൂടുതൽ ജോബ് കിട്ടി എന്നർത്ഥം. അപ്പോൾ കമ്പനിയുടെ കൂടുതൽ പ്രോഡക്റ്റ് കൂടുതൽ പുറത്തു വരികയും കൂടുതൽ സെയിൽ നടക്കുന്നു എന്നും അതിനകത്ത് അർത്ഥമുണ്ട്. അപ്പം അതും ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ അതിനുശേഷം വരുന്നതാണ് നമ്മൾ ഡയറക്ടേഴ്സ് റിപ്പോർട്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ആദ്യം നമ്മുടെ ചെയർമാന് ശേഷം ഡയറക്ടേഴ്സ് റിപ്പോർട്ട്. ഈ ചെയർമാൻ്റെ റിപ്പോർട്ടും ഡയറക്ടേഴ്സ് റിപ്പോർട്ടും തമ്മിലുള്ള മെയിനായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് റിപ്പോർട്ടിനകത്ത് കൂടുതലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡാറ്റേഴ്സിൻ്റെ ഒരു ഗ്ലിംസ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കമ്പനി എങ്ങനെ നടക്കുന്നു എന്ന്. അപ്പോൾ അതിനെപ്പറ്റി ഉള്ളൊരു അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുള്ളത് ഞാൻ അതിൻ്റെ കുറച്ച് പാട്ട് അവിടെ ഇവിടെയും കാട്ടിയിട്ടുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ ശമ്പളമായിട്ടുള്ള പോളിസികൾ, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ശമ്പളം, ഈ കമ്പനിയുടെ അവരുടെ കോഓപ്പറേറ്റീവ് ഓഫീസ് ചേഞ്ചായി അതിൻ്റെ അവരുടെ തന്നെ ഇവാലുവേഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ അത് അവരുടെ പെർഫോമൻസൊക്കെ ചെയ്യുന്നത്, അതുപോലെ കമ്പനി ഡിവിഡൻഡ് കൊടുത്തത്, ഇങ്ങനെയുള്ള കാര്യം, ലോണ്, അതുപോലെ തന്നെ കമ്പനി ലോണും മറ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അവർക്ക് തന്നെ കമ്പനികളുടെ ഈ തലപ്പത്തിരുന്ന ആൾ. തീർച്ചയായിട്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കൊടുക്കുന്ന ചില പൈസകൾ ചിലപ്പോൾ അവർ പലിശ ഇല്ലാതായിരിക്കും കൊടുക്കുന്നത്. ഈ പലിശ ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്പനിക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടില്ല. അപ്പോൾ അത് നഷ്ടം വരുന്നത് സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിനായിരിക്കും. അതുപോലെ തന്നെ തലപ്പത്തിരിക്കുന്ന
മേടിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ ലോൺ കൊടുക്കുന്നുണ്ട് ഒന്നും അങ്ങനെയുള്ള ഒക്കെ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഈ ഡയറക്ടേഴ്സ് ഡീറ്റെയിലിനകത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യമേ പറഞ്ഞു ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു പോയിൻറ്റ് മെയിനായിട്ട് അവർ അതിൻ്റെ ഫൈനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ആ റിപ്പോർട്ട് കൂടുതലുള്ളത്. അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വായിക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് അതുപോലെ തന്നെ അവർ കമ്പനിയുടെ വിഷനും മിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനലൈസ് ചെയ്യാനും അവർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ക്യാപിറ്റൽ മറ്റേ സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ബിസിനസ്സിൻ്റെ പ്ലാൻ ചേഞ്ച്, ഫ്യൂച്ചർ പ്ലാൻസ്, ഇതൊക്കെ ഇവരാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ആ ഡിസ്കഷനകത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കമ്പനി മുമ്പോട്ട് പോകുമ്പോൾ അതെങ്ങനെ കൊണ്ടുപോകാൻ അവർ പറ്റും, ഫ്യൂച്ചർ പ്ലാൻസൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്റ്റോക്ക് ഹോൾഡിംഗ് പാറ്റേൺസ്. അല്ല നമ്മളറിയാം ഒരു സ്റ്റോക്ക് കമ്പനിയുടെ നമ്മൾക്ക് സ്റ്റോക്ക് മേടിക്കുന്ന ഒരു കമ്പനിയുടെ ഓണർ ആകുക എന്നല്ലെങ്കിൽ അതിലൊരു പാർട്ട്ണർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നമ്മളും അതിൻ്റെ ഒരു ഭാഗം. അതുകൊണ്ട് നമ്മളിത് പഠിക്കണം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ ഈ ഓണർഷിപ്പ് ആരിതിൻ്റെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിനകത്ത് കിട്ടും. ഈ പാറ്റേണിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത് ആര് ഹോൾഡ് ചെയ്യുന്നു, ഒന്ന് അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഉണ്ടാകും, അതേപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകും, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകും, നമ്മളെക്കൂട്ടുള്ള സാധാരണക്കാർ ഉണ്ടാകും, അതുപോലെ തന്നെ ഈ ബാങ്കുകൾ, അങ്ങനെ പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകും. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ പല ആളുകളും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇരിക്കുന്ന ഈ സ്റ്റോക്കിൻ്റെ നമ്പർ ഓഫ് പെർസെൻറ്റേജ്, ടോട്ടൽ ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ്, എത്ര ഷെയറിൻ്റെ മൊത്തം ഷെയറിൻ്റെ അതിൻ്റെ എന്താ പറയുക, അത് കൂടുന്തോറും അവർക്ക് ആ കമ്പനിയിൽ കോൺഫിഡൻറ്റ് കൂടി എന്നർത്ഥം. ഓരോ ക്വാർട്ടറിലും അല്ലെങ്കിൽ അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊമോട്ടേഴ്സാണ്. ഒരു പ്രൊമോട്ടറിൽ എൻ്റെ കയ്യിൽ 35%, 40% ഒക്കെ ഒരു സ്റ്റോക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കമ്പനിയിൽ അത്ര ബിസിനസ്സിൽ അത്ര താല്പര്യമില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അവർ വേറെ പല ബിസിനസ്സിലോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ അവർക്കുള്ള അവർ ശ്രദ്ധ കൂടുതലും ഡൈവേർട്ട് ചെയ്യുന്ന അങ്ങോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളിൽ നമ്മൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപക്ഷെ നമ്മുടെ പൈസ മാനേജ് ചെയ്യുന്ന ആളില്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രൊമോട്ടേഴ്സിൻ്റെ ഇരിക്കുന്ന സ്റ്റോക്കിൻ്റെ എത്ര പെർസെൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവർ ഈ ഇരിക്കുന്ന സ്റ്റോക്കുകൾ അവർ പ്ലെഡ്ജ് ചെയ്യാറുണ്ട്. മറ്റേ കടം വെച്ചിട്ട് നമ്മൾ കൂടുതൽ പണം മേടിക്കാറുണ്ട് ബാങ്കിൽ നിന്നും പറ്റും. അതും നമ്മൾ നോക്കേണ്ടത്. ചില കമ്പനികൾ 100% വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഷെയറും അവരുടെ കയ്യിലില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം പണയം വെച്ചിരിക്കുന്നത്, അവർ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ പണയം തിരിച്ചില്ല, നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. അതേസമയത്ത് അത് 100% മോശം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരെന്തിന് പണം എടുക്കുന്നു അതിനനുസരിച്ചിട്ടും ആ പണം എടുത്തിട്ട് അവർ കൂടുതൽ ബിസിനസ്സിന് മുടക്കാൻ വേണ്ടി വല്ലതാണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവുമാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്റ്റോക്ക് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നമ്പർ ഓഫ് ഷെയർസ് കുറവാണ്, എന്താണ് സംഭവം. അതുപോലെ കൂടിയാൽ എന്തും സംഭവിക്കും നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ 85, 90, 95% ഒക്കെ ഇൻവെസ്റ്റേഴ്സ് ഇതുണ്ട് അവരെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെക്കൊണ്ടുള്ള സാധാരണ ആളുകൾ നമ്മളെ സ്റ്റോക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കിന് പ്രത്യേകിച്ചൊരു വിലയുണ്ടാവില്ല. അപ്പോൾ അവർ ഭൂരിപക്ഷം അവരാണ് സ്വാഭാവികമായിട്ട് അവർ സൗകര്യം പോലെ പോകും. നമുക്കതിൽ നിന്ന് വലിയ ബെനിഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അവർ കമ്പനിയുടെ പെർഫോമൻസോടെ അവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസോടെ നോക്കിയിട്ട് വേണം നമ്മൾ അത്തരം കമ്പനി വളർച്ചയുള്ള കമ്പനിയാണോ നല്ല കമ്പനിയാണോ നോക്കിയിട്ട് മാത്രമേ അത്തരം കമ്പനികൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അതാണ് ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നമ്മൾ എപ്പോഴും നോക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ക്വാർട്ടറിൽ അല്ലെങ്കിൽ ഓരോ ഇയർലി അവർ ഗ്രാജുവലി കൂട്ടുന്നുണ്ടോ നോക്കുക. ഒരു പ്രൊമോട്ടേഴ്സ് സ്റ്റോക്ക് പിന്നെ വിപണിയിൽ നിന്ന് വാങ്ങിക്കുന്നു അതിനർത്ഥം മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെക്കാളും കൂടുതൽ കമ്പനിക്കകത്ത് നടക്കുന്ന അവർക്കറിയാം. അപ്പോൾ അവർ കമ്പനി വളരുന്നു, കമ്പനി കൂടുതൽ പ്രോഡക്റ്റ് വിൽക്കാൻ സാധ്യത, കൂടുതൽ സെയിൽസ് വരുന്നു, കൂടുതൽ ലാഭം വരും എന്നവർക്ക് മനസ്സിലാകുന്നതുകൊണ്ടാണ് അവർ ഇത് കൂടുതലും വാങ്ങാൻ തയ്യാറാകുന്നത്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും അത് വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് മറ്റേ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്ന അവരുടെ ഷെയറിൻ്റെ ഡീറ്റെയിൽസാണ് ഇവർ കിട്ടുന്നത്. ചിലത് കമ്പനി തന്നെ ഒരു പേരൻറ്റ് കമ്പനി ഉണ്ടാകും, അതുപോലെ വ്യക്തിപരമായ ആളുകളുടെ പേരിലൊക്കെ ആയിരിക്കാം സ്റ്റോക്ക് ഡീറ്റെയിൽസ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കി പഠിക്കുക. അപ്പോൾ മൊത്തം എത്ര സ്റ്റോക്കുണ്ട് സകല ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ ബാലൻസ് ഷീറ്റിനകത്ത് കൂടുതൽ പഠിക്കുന്നുണ്ട്. എന്തായാലും ഇത് ബേസിക്കായിട്ടുള്ള ഐഡിയ നമുക്ക് ഇവിടെ കിട്ടും. മൂന്നാമത്തെ കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ, റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റീവ് ഗവേണൻസ്. അപ്പോൾ എന്താണ് ഈ കോർപ്പറേറ്റീവ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോർപ്പറേറ്റീവ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നമ്മുടെ കമ്പനി നിയമം അനുസരിച്ചിട്ട് അത് കമ്പൽസറിയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ആളുകൾ, ആ ഡയറക്ടേഴ്സും മറ്റും
ആ കമ്പനി കൃത്യമായ റൂളിൻ്റെ അനുസരിച്ചാണ് ഒരു ഫ്രെയിം വർക്കിനകത്ത് നിന്നിട്ടാണ് ഈ കമ്പനി കൊണ്ടുപോകുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത് എന്നല്ല അവരത് എൻഷുർ ചെയ്യുന്ന അക്കൗണ്ടബിലിറ്റി, നാഷണൽ അക്കൗണ്ടൻ്റ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫെയർനെസ്, അതിൻ്റെ കമ്പനിയുടെ ട്രാൻസ്പെറൻസി, ഇത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത് ഈ കോർപ്പറേറ്റീവ് ഗവേണൻസിൻ്റെ റിപ്പോർട്ടിൽ പോയാൽ നമുക്ക് അറിയാൻ പറ്റും. അത് കമ്പനിയുടെ ഫിലോസഫിയും കാര്യങ്ങളൊക്കെ അവർ ഇതിനകത്താണ് ഡീറ്റെയിൽ പറയുക. അപ്പോൾ നമ്മളത് അറിഞ്ഞിട്ട് കാര്യം, ഇതിനകത്ത് തലപ്പത്തിരിക്കുന്നവർ ഇത്തരം മീറ്റിങ്ങിൽ അവർ പങ്കെടുക്കുന്നുണ്ട്, അവർ എത്ര പ്രാവശ്യം പങ്കെടുത്തു എന്നുള്ള അവരുടെ താല്പര്യം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ. മെയിനായിട്ട് ഇതാണ് കോർപ്പറേറ്റീവ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കഴിഞ്ഞ കുറേ മാസങ്ങൾ അല്ലെങ്കിൽ കൊല്ലമായിട്ട് കമ്പനിയുടെ ഷെയറും അത് ഇൻഡെക്സുമായിട്ട് എങ്ങനെ പോകുന്നു എന്നൊരു കമ്പാരിസണും നമുക്കറിയാൻ പറ്റും. നമുക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓവർ പ്രൈസ്ഡ് ആണോ ലെസ് പ്രൈസ്ഡ് ആണോ, അതെങ്കിലും കുറയുമ്പോൾ മേടിക്കാൻ പറ്റുമോ, അതും മാർക്കറ്റിൻ്റെ പൊതുവായ മൂവ്മെൻറ്റിന് എഗൈൻസ്റ്റ് ആയിട്ടാണോ ഈ പോകുന്നത് എന്നൊക്കെ നമുക്കിവിടെ ഇപ്പോൾ ഈ സ്റ്റോക്ക് തന്നെ കണ്ടാലറിയാം. നമ്മുടെ മറ്റേ ഒരു കൊല്ലത്തെ നമ്മുടെ സെൻസസിൻ്റെ അതിൻ്റെ ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത് അതിൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു ചെറിയ വ്യത്യാസം അങ്ങോട്ട് ഇടുമ്പോൾ, അതേ സമയത്ത് ഈ ഗോദ്രേജ് അതിൻ്റെ ഈ കമ്പനി അതിനേക്കാളും വളരെ മുകളിലായിട്ട് ഇത് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനർത്ഥം നമുക്ക് കഴിഞ്ഞ കൊല്ലം, ഇപ്പോൾ ഇത് ഏപ്രിൽ 2015 തൊട്ടുള്ള ഒരു കൊല്ലത്തെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കൊല്ലം കമ്പനി സെൻസസ് തരുന്നതിനേക്കാളും ആവറേജ്, അതിനേക്കാളും കൂടുതൽ ആവറേജ് ബെറ്റർ റിട്ടേൺ നമുക്ക് തന്നു എന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കും. ഇത് ഒരു കൊല്ലത്തെ കാണിച്ചു. ചില കമ്പനികൾ കൂടുതൽ വർഷത്തേക്കുള്ളതും കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് അതുപോലെ തന്നെ ഈ കമ്പനികളുടെ നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേണെ പറ്റി പഠിച്ചു. അതുപോലെ തന്നെ ആരൊക്കെ ഇത് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ ആളുകളാണോ വലിയ ആളുകളാണോ, കുറേ ചെറിയ സ്റ്റോക്ക് ആണ് ഹോൾഡ് ചെയ്യുന്നത്, അതോ കുറച്ചാളുകൾ കുറേ നമ്പർ ഓഫ് ഷെയർസ്, കൂടുതൽ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സെക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൈനാൻഷ്യൽ അതിൻ്റെ എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഡീറ്റെയിൽ പിന്നെ പഠിക്കുന്നത്. സ്റ്റാൻഡ് അലോൺ ആൻഡ് രണ്ടാമത്തെ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ അതിൻ്റെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ ക്യാഷ് ഫ്ലോ, ഇങ്ങനെ മൂന്നാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റുന്നത്. കൂട്ടത്തിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ഫൈനാൻഷ്യൽ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്ന ഡീറ്റെയിൽസ് പുറത്തുനിന്നുള്ള ആളുകൾ വെരിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് വെരിഫൈ ചെയ്യുന്ന റിപ്പോർട്ട്സാണ് അത് കുറച്ചുകൂടെ ഒതൻറ്റിക് ആയിട്ടുള്ളതായിരിക്കും. കാരണം അവർ സത്യസന്ധമായ രീതിയിൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമുക്കൊരു കമ്പനിയുടെ ഒരു പിക്ചർ നമുക്ക് അതിൽ നിന്ന് കിട്ടും. കാരണം ചില സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു കമ്പനിയുടെ പൈസ എടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് പലിശയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കമ്പനിക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുമെന്ന് നമുക്ക് ഇവരുടെ റിപ്പോർട്ട് നോക്കിയാൽ അറിയാം. ചിലപ്പോൾ അവർക്ക് ആ റിപ്പോർട്ട് അവർ നെഗറ്റീവ് റിപ്പോർട്ട് എഴുതാനും സാധ്യതയുണ്ട്. കാരണം കമ്പനിക്ക് കൊണ്ട് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെങ്ങനെ എഴുതാം. ഇങ്ങനെയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഓഡിറ്റർ റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ കമ്പനി റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്, അവരതിൻ്റെ അക്കൗണ്ടിൻ്റെ എല്ലാം ഇന്ന ഓർഡറിലാണോ, അതുപോലെ തന്നെ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. നമുക്ക് കൂട്ടത്തിൽ നമ്മൾ അറിയേണ്ടതാണ് ഈ കമ്പനിയും ഈ ഓഡിറ്റേഴ്സും തമ്മിൽ ഒത്തുകളിയൊക്കെ കണ്ടവാനും നടക്കുന്നുണ്ട്. അപ്പോൾ 100% നമുക്ക് ഇതിനെ വിശ്വസിക്കാൻ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സത്യം കമ്പ്യൂട്ടറൊക്കെ അറിയാം. കമ്പനിയുടെ വളർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ കാലാകാലങ്ങളിൽ അവർ ഇതുപോലെ റിപ്പോർട്ടൊക്കെ വെച്ച് അവസാനം കമ്പനിയുടെ കയ്യിൽ ഇത്രയും കാശൊന്നും ഇല്ലായിരുന്നു, ദിവസം കമ്പനി പൊട്ടിയ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് 100% വിശ്വസിക്കാൻ പറ്റും എന്ന് നമ്മൾ പറയുന്നില്ല. എന്നാൽ ഇത് പുറത്തുനിന്നുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു പരിധി വരെ നമുക്കിത് വിശ്വസിച്ചേ പറ്റൂ. കാരണം നമ്മൾ അവരുടെ ഡാറ്റസെ ആശ്രയിക്കാതെ നമുക്ക് ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവരുടെ ആ ഡീറ്റെയിൽസും മറ്റും കാര്യങ്ങളും ആനുവൽ റിപ്പോർട്ടിൻ്റെ ഉണ്ടാകാറ് തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് വായിച്ചിരിക്കണം. അപ്പോൾ അതിനകത്ത് അവരുടെ ജോലിയും കാര്യങ്ങളും അവരുടെ റെസ്പോൺസിബിലിറ്റിയും ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാകും. ഞാൻ എൻ്റെ ഡീറ്റെയിലിൽ പോകുന്നില്ല, നമ്മളത് നിങ്ങൾ വായിക്കുക. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ഏറ്റവും ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടായോ നമുക്ക് തീരുമാനിക്കേണ്ട അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനകത്ത് നമ്മൾ അതിൻ്റെ ഫൈനാൻഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു 3 തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്: ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, പ്രോഫിറ്റ് ആൻഡ്
പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, സോറി. അപ്പോൾ അതിനകത്ത് തന്നെ പറഞ്ഞു കൺസോളിഡേറ്റഡ് ഉണ്ട്, സ്റ്റാൻഡ് അലോൺ ഉണ്ട്. കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഗ്രൂപ്പ് കമ്പനികളുടെ എല്ലാം കൂടെ ഉള്ളതായിരിക്കും. നമ്മൾ പൊതുവേ ആളുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരം ഇത് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി എന്ന് ഇൻകോപ്പറേറ്റ് ചെയ്തെന്ന് തുടങ്ങി അന്ന് തൊട്ടുള്ള ആ ഡീറ്റെയിൽസിൻ്റെ ഒരു ഫ്ലോ ആയിരിക്കും ഇതിനകത്ത് കാണുന്നത്. അതേ സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസും ക്യാഷ് ഫ്ലോ എന്നൊക്കെ പറയുന്നത് അതാത് കൊല്ലത്തെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് ആയിരിക്കും കാണുന്നത്. അപ്പം അത് ഓരോ കൊല്ലം ഈ ബാലൻസ് ഷീറ്റോട് ഇങ്ങനെ ആഡ് ചെയ്ത് അതിങ്ങനെ കൂടി അതിലത് കുറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്താണ് ഈ ബാലൻസ് ഷീറ്റ് കൂടെ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻകം സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എങ്ങനെ അവർ പൈസ മാനേജ് ചെയ്യുന്നു എന്നറിയാനാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെ പണം കൊടുക്കുന്നു, അവർ ഓപ്പറേഷന് വേണ്ടിയിട്ട് എങ്ങനെ പണം ചിലവാക്കുന്നു, അതുപോലെ തന്നെ അത് ഫ്യൂച്ചറിലേക്ക് അത് എങ്ങനെ ഉപകാരപ്പെടുന്നു, അതുപോലെ തന്നെ പണം തിരിച്ച് കമ്പനിയിലേക്ക് വരുന്ന പണവും അത് അവരെങ്ങനെ മാനേജ് ചെയ്യുന്നു. ഇങ്ങനെയാണ് 3 കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമുക്കറിയാം ഇക്വിറ്റി ലയബിലിറ്റീസ് ഉണ്ടാവും, അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ്, അങ്ങനെ 2 സെക്ഷൻ ഉണ്ടാകും ലയബിലിറ്റീസിനകത്ത്. പിന്നെ കമ്പനിയുടെ അസറ്റിനെ പറ്റിയിട്ട് കറണ്ട് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോട്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പിന്നെ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. ഈ നോട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ആ നോട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഡീറ്റെയിൽ അറിയത്തുള്ളത്. പിന്നെ അത് കമ്പാരിസനാണ് കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം തമ്മിൽ. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ഈ ബാലൻസ് ഷീറ്റ് ഈ കാണിച്ചിരിക്കുന്നത് വെർട്ടിക്കൽ ഫോർമാറ്റിലാണ്. നമ്മുടെ അത്ര ബന്ധമില്ല, അക്കൗണ്ട്സ് അറിയാവുന്നവർക്ക് അറിയാവുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. കമ്പനി ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നീട് പഠിക്കാം. അടുത്ത് വരുന്നതാണ് കൺസോളിഡേറ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ പണം വരുന്നതും എങ്ങനെ പണം ചിലവാക്കുന്നു എന്ന കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത്. ഇതിന് തന്നെ 3 സെക്ഷനായിട്ടുള്ള മറ്റേ ഓപ്പറേറ്റിംഗ്, ഫൈനാൻസ്, അത് ഇങ്ങനെ 3 സെക്ഷനായിട്ടുള്ള. അപ്പോൾ നമ്മൾ ഈ 3ഉം കൂടെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതാണ് ഞാൻ നോട്ടിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ കണ്ടു ബാലൻസ് ഷീറ്റിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് ഷെയർ ക്യാപിറ്റൽ, അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് 3. അപ്പോൾ അതിന് നമ്മൾ ഡീറ്റെയിൽ തപ്പണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ നോട്ട് 3 ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ അതിന് എത്ര ഷെയർ ഉണ്ട്, ഈ കൊല്ലം എത്ര ഷെയർ ഉണ്ട്, കഴിഞ്ഞ കൊല്ലം എത്ര ഷെയർ ഉണ്ട്, അതിൻ്റെ സകല ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിലായിട്ട് പറയാനുള്ളത് CSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് അത് നമ്മുടെ കമ്പനി നിയമപ്രകാരം ഇത് കമ്പനികൾക്ക് കമ്പൽസറിയാണ്. പക്ഷേ എല്ലാ കമ്പനിക്കും ഇല്ല. ഇത്ര ടേൺ ഓവർ, ഇത്ര സെയിലുള്ള കമ്പനിക്കൊക്കെ ഇത് ടേൺ ഓവറാണ്. ഇത് സൂചിപ്പിക്കുന്നത് കമ്പനിക്ക് നമ്മുടെ എന്താ പറയുക സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. അപ്പോൾ അവർ എന്താ പറയുക പ്രകൃതി സംരക്ഷണത്തിനും സോഷ്യൽ എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ പണം ചിലവഴിക്കാറുണ്ട് കമ്പനി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം കുറച്ച് ചിലവഴിക്കണമെന്ന് നിർബന്ധമുണ്ട് കമ്പനി. അപ്പം കമ്പനിക്ക് അത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽസ് കമ്പനി എത്രമാത്രം കമ്മിറ്റഡ് ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചു തരും. അതിൻ്റെ കോർപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് CRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് റിലേറ്റഡ് ടു എക്കോളജി, എക്കണോമി ആൻഡ് സോഷ്യൽ, അതാണ് അതിൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞ അതിൻ്റെ ഡീറ്റെയിൽ. അടുത്തത് നമുക്ക് അതിൻ്റെ ലാസ്റ്റിലെ ഏറ്റവും അവസാന ഭാഗത്ത് വരുമ്പോൾ അതിൻ്റെ കോർപ്പറേറ്റീവ് ഇൻഫർമേഷൻ, കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്, അതിൻ്റെ ഓഡിറ്റർ ആരാണ്, കമ്പനി സെക്രട്ടറി, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും മറ്റും നമുക്ക് എന്തെങ്കിലും രീതിയിൽ അവർ കോൺടാക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് അവരോട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതും ഒരു പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കമ്പനിയുടെ AGM അതിൻ്റെ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ്. അപ്പം നമ്മുടെ സാധാരണ ഇത് നമ്മുടെ ആനുവൽ റിപ്പോർട്ടിൻ്റെ കൂട്ടത്തിൽ കാണും, ചിലപ്പോൾ സെപ്പറേറ്റും കാണും. നമുക്ക് സെപ്പറേറ്റ് അയച്ചു തരും. നമ്മൾ ഷെയർ ഹോൾഡേഴ്സാണെങ്കിൽ നമുക്കിതിനകത്ത് പങ്കെടുക്കാൻ പറ്റും. നമുക്ക് അതിനകത്ത് അവരോട് സംസാരിക്കാൻ പറ്റും. നമുക്ക് കമ്പനിയെ പറ്റി കൂടുതൽ അറിയാനും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം, വോട്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പം ഈ വോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ഇമെയിൽ അയച്ചു തരും. നമുക്ക് അവർ ചെയ്യാം. കമ്പനി എന്തെങ്കിലും ഒരു ചേഞ്ചസ് പോളിസിയിലോ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ കമ്പനി ഏറ്റെടുക്കുകയാണെന്നുണ്ട് ഇതിലൊക്കെ ആ കമ്പനി ഇടയ്ക്ക് അത്
പ്രയോജനപ്പെടുകയില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് നമുക്ക് യെസ് ഓർ നോ പറയാനുള്ള അവസരം ഉണ്ട്. അത് ചെറിയ ഇൻവെസ്റ്റേഴ്സിനും വലിയ ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ അവസരം ഇപ്പോഴത്തെ പുതിയ പോളിസി അനുസരിച്ചുണ്ട്. നമുക്ക് എല്ലാം അതിനകത്ത് പങ്കെടുക്കാം. അത് നമുക്ക് അനുസരിച്ചിട്ട് നമ്മുടെ മേൽ വരുന്ന ഡീറ്റെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എത്ര നമ്പർ ഓഫ് ഷെയർസ്, നമുക്ക് വോട്ടിങ്ങിൻ്റെ പാറ്റേൺ ഒക്കെ എല്ലാ സകല ഡീറ്റെയിൽസും നമുക്കറിയാം. അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അവരുടെ മീറ്റിംഗ് ഡയറക്റ്റായിട്ട് പങ്കെടുക്കണേ, നമുക്ക് അതും പങ്കെടുക്കാനായിട്ട് പറ്റും. ഇത് ഈ ചെറിയ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ആനുവൽ റിപ്പോർട്ട്സ് ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഇതിന് തുടർച്ചയായിട്ട് കമ്പനിയുടെ ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ ഡാറ്റാസ് നമ്മൾ ഈച്ച് ആൻഡ് എവരി പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈച്ച് ആൻഡ് എവരി പാർട്ട്? തീർച്ചയായിട്ടും അത് നമുക്ക് അറിയാൻ ആളുകൾ ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് വിചാരിക്കും. പക്ഷേ നമുക്കൊരു കുറച്ച് ദിവസം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് അത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഇപ്പം ഈ ഡാറ്റാസിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വേണ്ടത് നമ്മൾ തീരുമാനിക്കേണ്ടത്. ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വിറ്റി റേഷ്യോസാണ് ഉപയോഗിക്കുന്നത്. ആ റേഷ്യോസിൻ്റെ പുറത്താണ് ഈ കമ്പനി, നമ്മൾ ഒരേ സെക്ടറുള്ള 2 കമ്പനി സെലക്ട് ചെയ്തിട്ട് ഈ കമ്പനിയാണോ അല്ലെങ്കിൽ മറ്റേ കമ്പനിയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ റേഷ്യോസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക്കായിട്ടുള്ള എന്താണ് ആനുവൽ റിപ്പോർട്ട്സ് എന്നൊരു ബേസിക് ഐഡിയ ഈ വീഡിയോയിൽ നിന്ന് കിട്ടിക്കാണും എന്ന് ഞാൻ കരുതുന്നു. 1-2 റിപ്പോർട്ട്സ് വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഡാറ്റാസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവരും അത് പഠിച്ച് നമുക്ക് ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി നല്ലതാണോ അത് മോശമാണോ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഈ സ്റ്റോക്ക് മേടിക്കാനുള്ള റെക്കമെൻഡേഷൻ ആയിട്ടല്ല ഇത്. നമ്മളൊരു പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്ത് കാണിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന റിസ്ക് ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് സ്റ്റോക്ക് അത് അനലൈസ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ ഒന്നുമില്ല, അത് പഠിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഫഷണൽ ആളുകളുടെ നിന്ന് ഗൈഡൻസ് എടുക്കുക. അതേപോലെ ഇതിനുള്ള കണ്ടൻസും മറ്റു കാര്യങ്ങളും ഞാൻ ഓൺലൈനിൽ നിന്നും മറ്റും എടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി എടുത്തതാണ്. അതിൻ്റെ ബിസിനസ് താല്പര്യങ്ങളൊന്നുമില്ല. അപ്പം അതിന് അത് ഡിക്ലമറായിട്ട് ഞാനിത് പറയുന്നുള്ളൂ. ഇത് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.